എന്താ പറയല്ലേ, നമുക്ക് നാടൻ പിക്കിള് മുതൽ നല്ല ഒന്നാം തരം ഗുലാബ് ജാമുൻ വരെയും അതേപോലെ തന്നെ നാടൻ കപ്പ മുതൽ മംഗോളിയൻ ബീഫ് വരെയുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. നല്ല എരിവുണ്ട്, കാന്താരിയുടെ എരിവ്. കൊച്ചിയിൽ വന്നാൽ സൺസെറ്റ് കാണാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. മെറൈൻ ഡ്രൈവിൽ വന്നിട്ട് സൺസെറ്റ് കാണാതെ പോകുന്നത് നഷ്ടം തന്നെയാണ് അല്ലേ. ഒന്നിയിൽ സൺറൈസിൻ്റെ സമയത്ത് പറഞ്ഞാൽ സൺറൈസ് കാണാൻ പറ്റില്ല, പക്ഷേ സൺസെറ്റ് കാണാൻ പറ്റും. നല്ല തിരക്കാണ് കേട്ടോ, ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. എങ്കിലും ഞങ്ങൾ ഇച്ചിരി ഒതുങ്ങി ഒരു സ്ഥലത്തോട്ട് മാറി സൺസെറ്റ് നിന്ന് കണ്ടിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. മെറൈൻ ഡ്രൈവിലായിരുന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോ. ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ ആദ്യത്തെ വീഡിയോ ചെയ്തത് മെറൈൻ ഡ്രൈവിലാണ്. അത് കുഴപ്പമില്ലാതെ പോയി, നമ്മുടെ കുട്ടൂസിനെയും ഡാഗിനെയും ഒക്കെ കണ്ടങ്ങ് പോയി. അത് കഴിഞ്ഞ് നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്തു. ഇന്നിപ്പം വന്ന് നിൽക്കുകയാണ്. നമ്മൾ ഒരു വർഷം തികഞ്ഞു. ഫെബ്രുവരി 1 തീയതിയാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 1 തീയതിയാണ് ആദ്യത്തെ വീഡിയോ പബ്ലിഷ് ചെയ്തത്. ഇന്ന് വീണ്ടും ഒരു ഫെബ്രുവരി 1 നമ്മളൊരു വർഷം തികഞ്ഞു. ഞാൻ വിചാരിച്ചു മെറൈൻ ഡ്രൈവ് തന്നെ പോവാം. മെറൈൻ ഡ്രൈവിൽ പോയി ആ സൺസെറ്റ് കാണുക, അത് കഴിഞ്ഞ് നല്ല കുറച്ച് ഫുഡൊക്കെ കഴിക്കുക. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചു. അതിനെക്കുറിച്ച് ഞാൻ പറയാം. സൺസെറ്റ് ഒന്ന് കണ്ടു നോക്കി. സൺസെറ്റ് ആയി വരുന്നേ ഉള്ളൂ. സൂര്യനൊക്കെ ഇങ്ങനെ ചുമന്ന് തുടുത്ത് നിൽക്കുന്ന കാണാൻ എന്ത് രസമല്ലേ. അതേപോലെ മെറൈൻ ഡ്രൈവിൽ വന്നാൽ നമുക്ക് ബോട്ടിങ്ങിന് പോകാം. ഒരു പ്രാവശ്യം ഞാനിവിടെ വന്ന ഇബാദ് റഹ്മാൻ്റെ കൂടെയും അതേപോലെ തന്നെ ഫൈസി നിക് വ്ളോഗ്സ് ഇവരുടെ കൂടെ ഒക്കെ കൂടി ഒരു ബോട്ടിങ്ങും പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഫുഡ്. മെറൈൻ ഡ്രൈവിൽ നല്ല അടിപൊളി ഫുഡ് കിട്ടാൻ പറ്റിയ സ്ഥലം ഏതാണ്? അത് ഞാൻ അന്വേഷിച്ച് കുറേ സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ നമ്മുടെ സുജിത് ഭക്തൻ ന്യൂ ഇയറിന് വന്ന് കഴിച്ച ഒരു സ്ഥലമുണ്ട്. അൺലിമിറ്റഡ് ഫുഡ് അറ്റ് 490+. അപ്പോൾ ഞാൻ വിചാരിച്ചു അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെയൊക്കെ പോയാൽ പോരെ. അപ്പോൾ ഞാൻ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഈ 490+ എത്രയാണോ അത് ആ റേറ്റിൽ കിട്ടുന്ന അൺലിമിറ്റഡ് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളും പോവാണ്. സ്ഥലം മെറൈൻ ഡ്രൈവ്, റെസ്റ്റോറൻറ്റിൻ്റെ പേര് ട്രിവിയം. ഇത് പോവാം. അങ്ങനെ നമ്മൾ നടന്ന് ട്രിവിയത്തിനകത്ത് വന്നു. ട്രിവിയം സൂപ്പറാണ് കേട്ടോ, ആംബിയൻസ് ഒക്കെ സൂപ്പറാണ്. പക്ഷേ ആംബിയൻസിന് മുമ്പ് നമ്മൾ കിച്ചണിൽ പോകണം. കിച്ചണിൽ നല്ല ഫുഡ് ഉണ്ടാക്കുന്നത് കാണണം. കണ്ടു കഴിയുമ്പോൾ തന്നെ വിശപ്പ് വരും. വിശപ്പ് വന്നു കഴിയുമ്പോൾ അത് കഴിക്കണം. അപ്പോൾ നമുക്ക് ഇവരെ കൊണ്ട് ആ ഫുഡ് ഒന്ന് ചെയ്യിപ്പിക്കാം. അതല്ലേ നല്ലത്? വാ, ഇനിയിപ്പോൾ കിച്ചണിലേക്ക്. ട്രിവിയം റെസ്റ്റോറൻറ്റിൻ്റെയും കിച്ചണകത്ത് നമ്മൾ കയറി. നമുക്ക് ഫുഡ് കാണണം, അത് കാണാം. നമ്മൾ ആദ്യം കാണുന്നത് ചൈനീസ് സ്പൈസി ഗ്രിൽ ഫിഷാണ്. ഫിഷ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്, അതേപോലെ തന്നെ വൈഫിന് ഇഷ്ടംപോലെ ഇഷ്ടമാണ്. അപ്പോൾ ഗ്രിൽ ഫിഷ് കാണാം.
നമുക്ക് വേണ്ടി ചൈനീസ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ആസ്താലാമയാണ്. ആസ്താലാമ നേപ്പാളിൽ നിന്നാണ്. പുള്ളിക്കാരൻ നേപ്പാളിൽ നിന്നാണ്. പുള്ളി ചൈനീസ് തായ് ഫുഡിന്റെ സ്പെഷ്യാലിറ്റിയാണ് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി ഫിഷ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മസാലയൊക്കെ പുരട്ടി ഉള്ളിയൊക്കെ വെച്ച് കുറേ ഹെർബ്സും എല്ലാം കൂടെ ചേർത്താണ് അടിപൊളിയായിട്ട് പ്രിപ്പയർ ആവുന്നത്. കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. अभी है हमारा साथ सिंह साहब. किधर से? देहरादून से. देहरादूनिൽ നിന്ന് സിംഗ് സാബ് ഉണ്ട്. പുള്ളിക്കാരൻ പ്രിപ്പയർ ചെയ്യുന്ന ഡിഷിന്റെ പേരാണ് മുർഗി തംഗടി പെഷാവരി. ഓ, ബുദ്ധിമുട്ടി പറയാനായിട്ട് ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയായിരുന്നു. പെഷാവർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഒരു സ്ഥലമാണ്. അതെ അതെ, പെഷാവർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഒരു സ്ഥലമാണ്. മുർഗി തംഗടി എന്ന് പറഞ്ഞാല് ചിക്കൻ കാല് പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്യുന്നതല്ല. ഇവിടെ ഒരു പ്രത്യേക പ്രിപ്പറേഷൻ ആണ്, പെഷാവരി പ്രിപ്പറേഷൻ. നമുക്ക് കാണാം. അപ്പോ അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഇവര് തന്തൂരിലൊക്കെ വെച്ച് ചിക്കൻ കാലൊക്കെ നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും പറയാം, പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. അതിനി ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇതാണ് ചിക്കൻ കാലുകൾ. തന്തൂരിയിൽ വെച്ച് പൊള്ളിച്ചെടുത്ത ചിക്കൻ കാലുകളാണ്. അപ്പം നമ്മുടെ കോഴിക്കാല് അതേപോലെ തന്നെ ഫിഷ് ഗ്രില്ല് രണ്ടും റെഡി ആയിട്ടുണ്ട്. കഴിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ചിക്കൻ കാലേന്ന് തുടങ്ങാം അല്ലേ? എല്ലാവരും ചോദിക്കാം. നല്ല സോഫ്റ്റ് ആണ് തോന്നുന്നു. നമ്മൾ കടിച്ചപ്പോൾ തന്നെ ദശയ്ക്ക് പോന്നു. അതേപോലെ ആ പെഷ്വാരി മസാല ഇതിന് പുറത്ത് നന്നായിട്ട് കുറുകി നിൽക്കുന്നുണ്ട്. അയ്യോ, ഇവർക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുണ്ട്. ഇഷ്ടമായോ? ഓ, നിനക്കോ? സൂപ്പർ. നമുക്കൂടെ ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ? നന്നായിട്ട് വെന്ത ചിക്കൻ, അതിൻ്റെ പുറത്ത് ഒത്തിരി സ്പൈസി അല്ല, ക്രീമിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ മസാല നല്ല ക്രീമിയാണ്. നല്ലൊരു ടേസ്റ്റ്. ഓ, എന്താ പറയുക, നമ്മൾ തന്നെ അലിഞ്ഞു പോകും. അതുപോലെ ഒരു ടേസ്റ്റ്. ഓ, സൂപ്പർ. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടർ മാത്രമാണ് കേട്ടോ. നമുക്ക് മെയിൻ കോഴ്സ് ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടംപോലെ വയറ് നിറച്ച് കഴിക്കാനായിട്ട് ബുഫേ ഉണ്ട്. ബുഫേയിലേക്ക് പോകാം. പക്ഷേ ഈ സ്റ്റാർട്ടർ ഒന്ന് കഴിച്ച് ഒന്ന് റെഡിയാവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബുഫേയിലോട്ട് കയറാം. കൊള്ളാം അല്ലേ സാധനം? ഇവിടെ ഒരു സ്വല്പം ഫിഷ് ട്രൈ ചെയ്യണമല്ലോ, നോക്കാം. അപ്പോൾ ചിക്കൻ കഴിച്ചു പിള്ളേരും ഞാനും കഴിച്ചു. നല്ല സോഫ്റ്റ് അടിപൊളി ചിക്കൻ ടേസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ കഴിക്കുന്നത് ഈ സാധനമാണ്, ഫിഷ് സ്പൈസി ചൈനീസ് സ്പൈസി ഗ്രിൽഡ് ഫിഷ്. സ്പൈസി എന്ന് പറയുമ്പം തന്നെ ഒരു സ്വല്പം എരിവ് ഉണ്ടാവണം. കഴിച്ചു നോക്കാം. നല്ല രുചിയാണ്. ലെമണി എരിവുണ്ടോ ബേബി? എങ്ങനെയുണ്ട് രുചി? അടിപൊളിയാണ്. അടിപൊളി. നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? സ്പൈസി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര എരിവായിരിക്കും. പക്ഷെ അത്ര ഭയങ്കര എരിവൊന്നുമില്ല. പക്ഷെ ആ ബാർബിക്യൂ ടേസ്റ്റ് ആണല്ലോ, ഒരു നല്ലൊരു സ്വല്പം കാരമലൈസ്ഡ് ആ ടേസ്റ്റ്, അത് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അതുപോലെ ലെമണിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചൈനീസ് മസാലകളുടെ ഒരു ചെറിയ തോതിൽ, അത്ര ഭയങ്കര ഡീപ്പായിട്ടുള്ള ടേസ്റ്റ് അല്ല, തിക്കായിട്ടുള്ള ടേസ്റ്റ് അല്ല, ലൈറ്റായിട്ട് ആ ലെമണും കാരമലൈസ്ഡ് ആയിട്ടുള്ള ആ ചില ബാർബിക്യൂ ടേസ്റ്റും ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേന്
കൽപ്പിത ഓൾറെഡി കുറേ ഏറെ കഴിച്ചു. നമുക്ക് ആ പാടെ കുറച്ചേ തിന്നിട്ടുള്ളൂ. തന്നതിൽ നമ്മൾ എൻജോയ് ചെയ്ത് കഴിക്കും. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി മെയിൻ കോഴ്സ് വരുന്നേ ഉള്ളൂ. അത് കഴിക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ രുചി ഞാൻ പറഞ്ഞല്ലോ, സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ബൊഫേ ടൈമാണ്. പക്ഷേ ബൊഫേ സാധനം എടുക്കുന്നതിന് മുമ്പ് സാധനം എല്ലാം ഒന്ന് കാണണമല്ലോ. നമുക്ക് എല്ലാ സാധനങ്ങളും കണ്ടിട്ട് സാധനം എടുത്ത് കഴിക്കാം. ചമ്മന്തി മുതൽ അങ്ങോട്ട് തുടങ്ങാം. ചമ്മന്തി അല്ല, അതിന് മുമ്പ് തന്നെ പിക്കിളുണ്ട്, എങ്കിലും ചമ്മന്തി മുതൽ തുടങ്ങാം. എന്താ പറയല്ലേ, നമുക്ക് നാടൻ പിക്കിള് മുതൽ നല്ല ഒന്നാം തരം ഗുലാബ് ജാമുൻ വരെയും, അതേപോലെ തന്നെ നാടൻ കപ്പ മുതൽ മംഗോളിയൻ ബീഫ് വരെയുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. നമ്മൾ എവിടുന്നാ തുടങ്ങുക? കൺഫ്യൂഷനായി. ചില്ലി ചിക്കൻ ചില്ലി, അതേ തുടങ്ങാം അല്ലേ? ഞാനേ ചിക്കൻ ഇവിടെ 2 വെറൈറ്റി ഉണ്ട്. ചിക്കൻ ചില്ലി ഉണ്ട്, ഡ്രാഗൺ ചിക്കനും ഉണ്ട്. ഇത് തമ്മിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് ഇങ്ങനെ കൺഫ്യൂഷനായി നിൽക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും വന്നത്. മനീഷയും റിഭാലൻ, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പേര്. ഇവർ രണ്ടുപേരും മേഘാലയയിൽ ഉണ്ടായിരുന്നവരാണ്. ഡോക്കിയാണ് പുള്ളിക്കാരുടെ വീട്. ഡോക്കിയിൽ നമ്മൾ പോയത് അടിപൊളി സ്ഥലമാണ്. നമ്മൾ 2 പ്രാവശ്യം പോയിട്ടുണ്ട് ഡോക്കിയിൽ. ഒരു പ്രാവശ്യം ഷിനാങ്പടം പോയി, ഒരു പ്രാവശ്യം ഡോക്കി തന്നെ പോയി. മനീഷ ഷില്ലോങ്. പുള്ളിക്കാരത്തെ ഷില്ലോങ്ങിൽ നിന്നാണ്. അപ്പോൾ ഷില്ലോങ്ങിൽ നമ്മൾ പോയിട്ടുണ്ട്. സൂപ്പർ സ്ഥലമാണ് കേട്ടോ മേഘാലയ, പോകേണ്ട സ്ഥലമാണ്. ഏതായാലും ഇതിന്റെ കൺഫ്യൂഷനാണ് ഇപ്പം മാറ്റേണ്ടത്. ഡ്രാഗൺ ആണോ അതോ ചില്ലിയാണോ? ഇതെന്താ ഇത്? തന്തൂരി ചിക്കൻ സാലഡ്. ഓക്കെ, അവസാനം എല്ലാ കൺഫ്യൂഷനും കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രാഗൺ ചിക്കൻ തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു. ഡ്രാഗൺ ചിക്കൻ എടുക്കാം. നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് സമയം കളയുന്നില്ല. വേണ്ടതെല്ലാം കൂടി എടുത്ത് പ്ലേറ്റിൽ വെക്കുക, കഴിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഡ്രാഗൺ ചിക്കനിൽ തുടങ്ങാം. അതുപോലെ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ജീര ആലു. ഇതുണ്ടോ? ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതിനകത്ത് ജീരകവും അതുപോലെ തന്നെ മറ്റ് മസാലകളും മല്ലിയിലയും എല്ലാം കൂടെ ചേർത്ത ഒരു സാധനം. ഉരുളക്കിഴങ്ങ് കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കപ്പ മറക്കാൻ പറ്റുമോ? കപ്പയല്ലേ വേണ്ടത്, നല്ല കപ്പ. കപ്പ ഉണ്ടെങ്കിൽ മീൻകറി വേണം. അപ്പോൾ നമ്മുടെ നാടൻ മീൻകറി, നല്ല ചുമന്ന് തുടുത്ത ചാറുകറി. ഇവിടെ ഇതാണ് ബീഫ് മംഗോളിയൻ. അതേപോലെ നമ്മളിപ്പോൾ കഴിക്കുന്നില്ല. നമ്മുടെ പ്ലേറ്റ് ഏകദേശമൊക്കെ ഒന്ന് നിറഞ്ഞു നിൽപ്പുണ്ട്. കൂടെ നമുക്ക് സേഷ്വാൻ വെജ് ഫ്രൈഡ് റൈസ് അതുകൂടെ ആഡ് ചെയ്യാം. പനീർ ബട്ടർ മസാല. നല്ല ക്രീമിഷ് ആണ് കേട്ടോ സാധനം. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഏകദേശമൊക്കെ ആയി. നമുക്ക് കഴിക്കാൻ തുടങ്ങാം. അപ്പോൾ അല്ലേ, അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ആയി. ഇനിയിപ്പോൾ കഴിക്കാം. ഇതാ ഇവിടുന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ഫ്രൈഡ് റൈസ്, അതേപോലെ തന്നെ പനീർ ബട്ടർ മസാല. പനീർ ബട്ടർ മസാലയുടെ ആ ക്രീമിഷ് ഗ്രേവി അത് കൂട്ടിയാണ് നമ്മൾ ഫ്രൈഡ് റൈസ് കഴിക്കുന്നത്. സൂപ്പർ. നോർത്ത് ഇന്ത്യനെ കണ്ടപ്പോൾ നമ്മുടെ മലയാളിയെ മറക്കാൻ പറ്റില്ലല്ലോ, കപ്പയും മീനും. ഇത് കണ്ട കഴിക്കാം അല്ലേ? നമ്മുടെ നാടൻ ടേസ്റ്റ്.
അതിനകത്തൊരു സംശയമുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളിൽ ഒന്നാണ് കപ്പ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും സ്ഥലങ്ങളിലൊക്കെ പോയി എവിൻചേട്ടൻ കഴിക്കുന്നില്ലേ, ഏത് ഫുഡാണ് എവിൻചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടം? അങ്ങനെ ഒരു ഫുഡ് പറയാനില്ല. ബിരിയാണി കഴിക്കേണ്ട സമയത്ത് ബിരിയാണി കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബിരിയാണി തന്നെ കിട്ടിയാലേ പറ്റുള്ളൂ. കപ്പ കഴിക്കണമെന്ന് തോന്നിയാൽ അന്നേരം കപ്പ കിട്ടിയാവുന്നല്ലോ. എന്താണ് അല്ലേ? അതുപോലെ നല്ല ക്ഷീണമുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒരു സ്വല്പം പഴങ്കഞ്ഞി കിട്ടുകയാണെങ്കിൽ തൈരൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ ആ ടേസ്റ്റ് നോക്കി വയ്ക്കും. ഇപ്പം ഇതെല്ലാം കൂടെ കിട്ടിയോണ്ട് ഒരു ആഹ്ലാദം. ഇനി കപ്പയുടെ സഹോദരൻ അപ്പുറം ഇരിപ്പുണ്ട്, ആലോചിച്ചില്ല. കപ്പ എവിടെ, ഉരുളക്കിഴങ്ങ് എവിടെ? ഉരുളക്കിഴങ്ങ് നല്ലതല്ലെന്ന് ഞാൻ പറയുന്നില്ല, നല്ലതാണ്. പക്ഷെ നമ്മുടെ കപ്പയുടെ അടുത്ത് വല്ലതും വരുമോ? കപ്പയുടെ രുചിയല്ലേ? എന്നാലും കൊള്ളാം. ഇനി ആ ഡ്രാഗൺ ചിക്കൻ, ചൈനീസാണ് സാധനം, അതിൻ്റെ രുചിയും കൂടെ ഒന്ന് നോക്കാം. ഡ്രാഗൺ ചിക്കൻ സ്റ്റാർട്ടറാണ്. പക്ഷെ ഞാൻ ഇതെല്ലാം കഴിച്ചതിന് ശേഷമാണ് കഴിച്ചത്. കാരണം ഞാൻ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ ആൾക്കാരെന്നോട് ചോദിക്കാറുണ്ട്, ഈ സ്പൂണും ഫോർക്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ അത് ഉപയോഗിക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? നമ്മളൊരു ഫോർമൽ മീറ്റിങ്ങിലല്ല, ഒരു ഫോർമൽ ഡിന്നറിലല്ല, നമ്മൾ കാഷ്വലായിട്ട് നിങ്ങളുടെ കൂടെ അല്ലേ, നിങ്ങളെല്ലാം എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങളോട് ഇരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ കഴിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഗുലാബ് ജാമുൻ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ നാടൻ പായസം, പരിപ്പ് പായസം, അതിനോടാണ് താല്പര്യം. ഇതേണ്ട നമ്മുടെ തേങ്ങാക്കൊത്തും കടലയൊക്കെ ചേർത്ത പരിപ്പ് പായസം കഴിച്ചു നോക്കാം അല്ലേ? ശർക്കരയുടെ ആ മധുരവും പരിപ്പ് നന്നായിട്ട് വെന്ത് ചേർന്ന കുറുകിയ പരിപ്പും ആ പായസത്തിൻ്റെ അതിൻ്റെ ആ എന്താ പറയുന്നത്, അതിൻ്റെ ആ ഫ്ലേവർ നാക്കിൽ വീണ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പഴവും പപ്പടവും ഒക്കെ കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട് തോന്നും. ഏതായാലും പഴമില്ല, അത് നമ്മൾ പപ്പടം എടുക്കുന്നില്ല, പായസം തന്നെ കുടിക്കാം. ഇവരോട് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഇവിടെ ഇന്ന് ഡ്രാഗൺ ചിക്കനും നമ്മളെ കൺഫ്യൂസ് ചെയ്തത്, ഡ്രാഗൺ ചിക്കനും ചില്ലി ചിക്കനും ആയിരുന്നു. എല്ലാ ദിവസവും ഇതൊന്നും അല്ലെന്നാണ് പറഞ്ഞത്. ചില ദിവസങ്ങളിൽ ഇതായിരിക്കും, ചില ദിവസം മറ്റെന്തെങ്കിലും ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടുത്തെ അല്ലാത്താട്ട സ്പെഷ്യലാണ്. നമ്മൾ കഴിച്ചില്ലേ, നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചതാണത്. ആ ഗ്രിൽഡ് ഫിഷൊക്കെ സൂപ്പർ സാധനമായിരുന്നു. ഏതായാലും ഇത് കഴിച്ച് നമ്മൾ ഒരു ജ്യൂസ്, ഇവിടെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ജ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞു. ജ്യൂസ് അല്ല, മോക്ടെയിൽ, അതും കൂടെ ട്രൈ ചെയ്യണം. നമ്മൾ ഇതിൽ കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെന്താണെന്നല്ലേ, സ്പൈസി ഗേൾ എന്ന് പറഞ്ഞ ഒരു മോക്ടെയിലാണ്. കുടിച്ചു നോക്കാം. മോക്ടെയിൽ മുയി നോക്കട്ടെ. പേരക്കായുടെ ആ ജ്യൂസില്ലേ, പേരക്കായ ജ്യൂസ്, ആ ജ്യൂസിൻ്റെ ടേസ്റ്റ് ഉണ്ട്, സ്പൈസ്, നല്ല എരിവുണ്ട്, കാന്താരിയുടെ എരിവ്, ചെറിയ ഉപ്പ്, നല്ല മധുരം, നല്ല തോതിൽ എരിവ്, കാന്താരി മുളകിൻ്റെ എരിവ്, ഇതെല്ലാം കൂടെ കൂടി ഈ സാധനം കിടു. സ്പൈസി കേരള ശരിക്കും സ്പൈസിയാണ്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്ത വീഡിയോ പുതിയൊരു സ്ഥലം, പുതിയൊരു ഫുഡ് കാണുക, കൂടെ ഉണ്ടാകുക. തൽക്കാലത്തേക്ക് ഗുഡ് നൈറ്റ്, ബൈ.